KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടം നടുക്കമുളവാക്കിയെന്നും മാവേലിക്കര സ്വദേശികളുടെ വിയോഗം തീർത്തും വേദനാജനകമാണെന്നും MS അരുൺകുമാർ MLA പറഞ്ഞു. സംഭവം അറിഞ്ഞയുടൻ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. സർക്കാർ തലത്തിൽ ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും MLA അറിയിച്ചു. KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടം നടുക്കം ഉളവാക്കിയെന്നും മാവേലിക്കര സ്വദേശികളുടെ വിയോഗം തീർത്തും വേദനാജനകമാണെന്നും MS അരുൺകുമാർ MLA പറഞ്ഞു. ഇന്ന് രാവിലെ ഇടുക്കി പുല്ലുപാറയിലുണ്ടായ തഞ്ചാവൂരേക്ക് വിനോദയാത്രയുമായി ബന്ധപ്പെട്ട് KSRTC ബസ്സിൽ പോയ മാവേലിക്കര സ്വദേശികളും അടൂർ പരുമല ഉള്ളവരുമൊക്കെ ആയി 37 പേരാണ് ഈ യാത്ര പോയിട്ടുള്ളത്. പുല്ലുപാറയിൽ വെച്ചുണ്ടായ അപകടത്തിൽ മാവേലിക്കര മണ്ഡലത്തിലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ 4 പേർ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതീവ ദുഃഖകരവും ഹൃദയഭേദകവുമായ സംഭവമാണ് നടന്നിട്ടുള്ളത്. പരിക്കേറ്റവരെ ഇടുക്കി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. അവരെ അവിടെ നേരിട്ടെത്തി കാണാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ ചികിത്സയും മറ്റുള്ള കാര്യങ്ങളുമെല്ലാം സർക്കാരുമായി ബന്ധപ്പെട്ട് ഏറെ അതിന്മേലായ VN വാസവൻ മന്ത്രിയും കോശി അഗസ്റ്റിൻ മിനിസ്റ്ററും വാഴൂർ സോമൻ MLAയും അടക്കമുള്ളവർ അവിടെ എത്തി വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. സർക്കാരിൻ്റെ എല്ലാ സഹായങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഏകോപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അപ്രതീക്ഷിതമായ ഒരു സംഭവമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. മാവേലിക്കരയിലെ പ്രിയപ്പെട്ട 4 പേരുടെ വിയോഗം അപ്രതീക്ഷിതവും ഹൃദയഭേദവും ദുഃഖകരവുമാണ്. അവരുടെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ കൂടി തീർത്ഥയാത്ര സംഘം തിരികെ മടങ്ങും വഴിയാണ് അപകടമുണ്ടായത്. സംഭവം അറിഞ്ഞയുടൻ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയും പരിക്കേറ്റവരെ നേരിൽ കണ്ട് സമാധാനിപ്പിക്കുകയും ചെയ്തു. സർക്കാർ തലത്തിൽ ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും MLA അറിയിച്ചു. അപകടത്തിൽ മരിച്ച സംഗീതിന്റെ മൃതദേഹം തട്ടാരമ്പലത്തിലെ വസതിയിൽ കൊണ്ടുവന്നപ്പോൾ MLA അവിടെ സന്ദർശനം നടത്തി. CDNet ന്യൂസ്, മാവേലിക്കര.